അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. നമ്മളിന്ന് അഖ്ലാഖ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരും ഉദ്ദേശിച്ചിട്ടില്ലേ? ഞാൻ ഇൻഷാ അല്ലാഹ് അഖ്ലാഖ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നമ്മൾക്ക് തുടങ്ങാം. പിന്നെ നമ്മളെന്താ അഖ്ലാഖിൽ പറഞ്ഞിരുന്നത്? നാവ് കൊണ്ടുള്ള വിപത്തുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 1-2 പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ പാഠത്തിൽ നാവ് കൊണ്ടുള്ള ഒരു വലിയ വിപത്തിനെ കുറിച്ചാണല്ലോ നമ്മൾ 2 ക്ലാസ് എടുത്തത്. ഏതാണ് ആ പാഠം? അൽ യമീനുൽ കാദിബത്തു. അതിൻ്റെ മലയാളം എന്തായിരുന്നു? കള്ള സത്യം പറയൽ, സത്യം ചെയ്യുക. അള്ളാഹുവാണ് ഇന്ന കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യുക. ആ സത്യം ചെയ്യണ കാര്യം യഥാർത്ഥത്തിന് എതിരാണെങ്കിൽ, ഇല്ലാത്ത കാര്യമാണെങ്കിൽ അതാണ് കള്ളസത്യം അല്ലേ? അപ്പം അത്തരക്കാർക്ക് വലിയ ശിക്ഷയുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ അത്യാവശ്യം മോശമില്ലാത്ത രൂപത്തിൽ കള്ളസത്യം ചെയ്യുന്നതിനെ കുറിച്ച് വിശദീകരിച്ച് കഴിഞ്ഞു. അവർക്ക് വലിയ തെറ്റുണ്ട് എന്നും, അതുപോലെ തന്നെ കോടതി മുഖാന്തരം മാത്രമല്ല നിത്യജീവിതത്തിലൊക്കെ ഇത്തരത്തിലുള്ള കള്ളസത്യങ്ങളെ കുറിച്ചിട്ട് വരുന്ന വിപത്തുകളെ കുറിച്ചും അതിൻ്റെ മോശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കച്ചവടത്തിൽ കള്ളസത്യം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 വിഭാഗം ആളുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിൻ്റെ നോട്ടം നോക്കൂല, അവർക്ക് വലിയ ശിക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപകടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കള്ളസത്യം ചെയ്യുക എന്നുള്ളത് നാവ് കൊണ്ടുള്ള ഒരു വലിയ വിപത്താണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചു. അപ്പോൾ അത് പാലിക്കണം. നമ്മൾ ഒരിക്കലും കള്ളസത്യം ചെയ്യാൻ പാടില്ല. കള്ളസത്യം എന്നല്ല, നമ്മുടെ ഇമാമായ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രസ്താവന നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ വയസ്സിനിടയ്ക്ക് ഞാൻ ഇന്ന് വരെ സത്യം ചെയ്തിട്ടില്ല. കളവിൻ്റെ പേരിലും ചെയ്തിട്ടില്ല സത്യം, സത്യത്തിൻ്റെ പേരിലും ചെയ്തിട്ടില്ല. സത്യമായിട്ടും സത്യം ചെയ്തിട്ടില്ല, കളവായിട്ടും സത്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക എന്നുള്ള ആ ഇടപാടിന് ഞാൻ എൻ്റെ വയസ്സിൽ നിന്നിട്ടേ ഇല്ല എന്ന് പറയുന്നതാരാ? ഇമാമുന ഷാഫിഈ തങ്ങൾ. അദ്ദേഹം വലിയ ഇമാമല്ലേ? അദ്ദേഹത്തിനോളം വലിയ അറിവ് വേറെ ആർക്കാ ഉള്ളത്? ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഭൂമിയിൽ ആകെ അറിവ് നിറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്ത് പ്രവചിച്ച ഇമാമാണ് ഇമാമുന ഷാഫിഈ. അന്ന് ഇമാം ഷാഫിഈ തങ്ങൾ ജനിച്ചിട്ടില്ല. ഇമാം ഷാഫിഈ തങ്ങൾ പിന്നെയും ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത്. മഹാനരാ പറയണത്, എൻ്റെ വയസ്സിനിടയ്ക്ക് ഞാൻ ഉള്ള കാര്യത്തിനും സത്യം ചെയ്തിട്ടില്ല, ഇല്ലാത്ത കാര്യത്തിനും സത്യം ചെയ്തിട്ടില്ല. അപ്പൊ സത്യം ചെയ്യാന്നുള്ള ആ പരിപാടി എന്നെ ശരിക്കും എന്താക്കണം? നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ നാവ് കൊണ്ട് ഒരു അബദ്ധവും വരാതിരിക്കണം, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി അടുത്ത പാഠത്തിൽ പഠിക്കാനുള്ളതും അതേപോലെ തന്നെയുള്ള മറ്റൊരു വലിയ നാവിൻ്റെ വിപത്തിനെ കുറിച്ചിട്ടാണ്. നാവ് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു വിപത്ത്. എന്താ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്നറിയാമോ? നമ്മുടെ പാഠത്തിൻ്റെ പേര് ഷഹാദത്തു സൂർ എന്നാണ്. ഷഹാദത്തു സൂർ. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഷഹാദത്ത് കലിമ എന്നൊക്കെ പറയണ്ടല്ലോ. സാക്ഷ്യം വഹിക്കുക എന്നാണ്, സാക്ഷി പറയുക. അപ്പൊ ഷഹാദത്തു സൂർ എന്ന് പറഞ്ഞാൽ കളവ്. അപ്പൊ ഷഹാദത്തു സൂർ എന്ന് പറഞ്ഞാൽ എന്താ? കള്ളസാക്ഷി പറയൽ. എന്താണ്? കള്ളസാക്ഷി പറയൽ. സത്യമാണെന്ന് ഉറപ്പില്ലാത്ത കാര്യത്തിൽ കയറിയിട്ട് സാക്ഷി പറയാം. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കള്ളസത്യത്തിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ 2 ആൾക്കാർ തമ്മിൽ പ്രശ്നമാണ്, കോടതിയിലാവട്ടെ അല്ലാതാവട്ടെ. അപ്പോൾ കോടതിയിലേക്കോട്ടെ എന്നാൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം അതല്ലേ? കോടതിയിൽ ഒരാൾ വാദിയായിരിക്കും, മറ്റേയാൾ പ്രതിയായിരിക്കും. ഒരാൾ പരാതിക്കാരനായിരിക്കും, മറ്റേയാൾ പ്രതിയായിരിക്കും. ഇതിൽ ആരെ ഭാഗത്ത് നിന്നുകൊണ്ടാണെങ്കിലും, പരാതി കൊടുത്ത പരാതിക്കാരന് വേണ്ടിയിട്ടാവട്ടെ, പ്രതിയായിട്ട് ഹാജരാക്കപ്പെട്ട അയാൾക്ക് വേണ്ടിയാകട്ടെ, ആർക്കാണെങ്കിലും നമ്മളെ സാക്ഷി നിൽക്കാൻ കൊണ്ടുപോവാണ്, കള്ളസാക്ഷി പറയാൻ. ആ പറയണ കാര്യത്തിലോ നമുക്ക് അതിനെപ്പറ്റി ശരിക്കും യാതൊരു ഐഡിയ ഇല്ല, നമുക്ക് അറിഞ്ഞുകൂടെ എന്താ സംഭവിച്ചത്. എന്നിട്ട് നമ്മൾ പോയിട്ട് നമ്മളെന്താക്കാണ്? അള്ളാഹുവാണ്, ഞാൻ സാക്ഷിയാണതിന് എന്ന് സാക്ഷി പറയുക, ഞാൻ കണ്ടതാണെന്നൊക്കെ പറയാം. സത്യമാണെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് സാക്ഷി പറയാൻ പോവുക, അതിനാണ് കള്ളസാക്ഷി പറയാന്ന് പറയാം. ഇങ്ങനെ കള്ളസാക്ഷി പറയുന്ന ആൾക്കാർ വലിയ തെറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ കള്ളസാക്ഷി പറയുന്ന ആൾക്കാർ അവർ പറയുന്ന കാര്യം ശരിയല്ലെങ്കിൽ, അവർക്ക് ഉറപ്പില്ല, ശരിയാവാം ആവാതിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പം അവർ പറയുന്നത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണെങ്കിൽ, ഉള്ളതിനെതിരായിട്ടാണ് സാക്ഷി പറയുന്നതെങ്കിൽ 3 കുറ്റാണ് അയാൾക്ക് കിട്ടുന്നത്. എത്ര കുറ്റം? 3 കുറ്റം. ഒരൊറ്റ സാക്ഷി പറഞ്ഞതിൻ്റെ പേരിൽ, സത്യമാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മേലിൽ സാക്ഷി പറയുകയും അത് സത്യമല്ലാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ പേരിൽ പറഞ്ഞയാൾക്ക് ലഭിക്കുന്നത് 3 കുറ്റങ്ങളാണ്. എന്തൊക്കെയാണ് 3 കുറ്റങ്ങൾ? ഒന്ന്, കള്ളസാക്ഷി പറഞ്ഞു തന്നെ സത്യമാണെന്ന് ഉറപ്പില്ലാത്ത കാര്യത്തിൽ സാക്ഷി പറയാൻ പോകാൻ പാടില്ല. സത്യമാണെങ്കിൽ പോലും ഉറപ്പില്ല, ഞമ്മക്കതിൽ ഉറപ്പില്ലെങ്കിൽ പിന്നെ പറയാൻ സാക്ഷി നിൽക്കാൻ പാടില്ല.
അപ്പോൾ ഒന്ന് കള്ളസാക്ഷി പറഞ്ഞു എന്നുള്ളത് തന്നെ കുറ്റം. കള്ളസാക്ഷി പറഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? ഇവിടെ രണ്ടിലൊരാൾക്ക് നഷ്ടം പറ്റൂലേ? കളവല്ലേ സാക്ഷി കളവായിട്ടാണ് സാക്ഷി പറയണത്. അപ്പോൾ കളവായിട്ട് പറയുമ്പോൾ, സത്യത്തിനെതിരായിട്ട് പറയുമ്പോൾ ഇവിടെ ശരിക്കും ഒരാൾ വാദിയും പ്രതിയും, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തുള്ള ഓരോ ആൾക്കാരുണ്ട്. അപ്പോൾ യവനിക്കായിരിക്കും നീതി കിട്ടേണ്ടില്ല. പക്ഷെ നമ്മൾ കള്ളസാക്ഷി പറഞ്ഞത് കൊണ്ട് ഓന് കിട്ടേണ്ട നീതി ആർക്ക് പോയി? അക്രമിയായ മറ്റോനിക്ക് പോയി. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു മറ്റൊരു കുറ്റമല്ലേ? ഒരാൾക്ക് കിട്ടേണ്ട നീതി നമ്മൾ തട്ടിക്കളഞ്ഞു, ഓനിക്ക് നീതി കിട്ടേണ്ടത് നമ്മളെന്തായി കളഞ്ഞു? നമ്മൾ കള്ളസാക്ഷി പറഞ്ഞത് കാരണം ആ നീതി ഒന്ന് നഷ്ടപ്പെട്ടു. പിന്നെയോ, ഈ രണ്ട് കക്ഷികളിൽ ഒരാൾ അക്രമിയല്ലേ, ഒരാൾ നിരപരാധിയാണ്, മറ്റയാൾ അക്രമിയാണ്. ഇവിടെ നമ്മൾ കള്ളസാക്ഷി പറഞ്ഞാൽ അത് ആർക്കാ ഉപകരിക്കുക? ഈ അക്രമിക്കല്ലേ ഉപകരിക്കുക, ആക്രമിച്ചയാൾക്കാണ് ഉപകരിക്കുക, ആക്രമിക്കപ്പെട്ടവന് എതിരെ സാക്ഷി പറയുമ്പോൾ. ആയതുകൊണ്ട് അക്രമിയെ സഹായിച്ച കുറ്റം കിട്ടും. അപ്പോൾ ഏതൊക്കെ 3 കുറ്റങ്ങൾ? ഒന്ന് കള്ളസാക്ഷി പറഞ്ഞ കുറ്റം, മറ്റൊന്ന് അക്രമിയെ സഹായിച്ച കുറ്റം, ഇനിയൊന്നോ ആക്രമിക്കപ്പെട്ടവനെ കൈവെടിഞ്ഞ കുറ്റം. ഇവിടെ നമ്മൾ ശരിക്കും ആരെയാണ് സഹായിക്കേണ്ടത്? ആക്രമിക്കപ്പെട്ടവനെയാണ്. കാരണം ഓനെയാണ് ഇവൻ ആക്രമിച്ചത്. അപ്പോൾ ഓനെയല്ല നമ്മൾ സഹായിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്തെന്താ? അവിടെ കള്ളസാക്ഷി പറയുന്നതിലൂടെ ആക്രമിക്കപ്പെട്ട ആളെ, സഹായിക്കേണ്ട ആളെ എന്തായി നമ്മൾ ഒഴിവാക്കിയിട്ട് ആക്രമിച്ച ആളെ, കൂട്ടുനിൽക്കാൻ പാടില്ലാത്തയാളെ നമ്മൾ സഹായിച്ചു. ഈ 3 കുറ്റവും കള്ളസാക്ഷി പറയുകയും പറഞ്ഞ സാക്ഷി സത്യത്തിനെതിരാവുകയും ചെയ്താൽ ആ പറഞ്ഞയാൾക്കുള്ള കുറ്റമാണ്. ഇനി കള്ളസാക്ഷി പറഞ്ഞു, ഓൻ ഉറപ്പില്ലാത്ത കാര്യത്തിലാണ് പറഞ്ഞത്, സംഗതി സത്യം തന്നെയാണ്, ഓൻ പറഞ്ഞ കാര്യം എന്താണ്? സത്യം തന്നെയാണ്. പക്ഷെ ഓൻ ഉറപ്പില്ലായിരുന്നു. എന്ത്? ഞാനീ പറയാൻ പോണ കാര്യം, ഞാൻ സാക്ഷി പറയാൻ പോണ കാര്യം സത്യമാണോ കളവാണോ എന്ന് എനിക്കറിയില്ല, അറിയാതെയാണ് പോയി സാക്ഷ്യം പറഞ്ഞത്. എന്നാലോ അതിന് ഒരു കുറ്റം കിട്ടും. സത്യം തന്നെയാണെങ്കിൽ പോലും കുറ്റം കിട്ടും. കാരണം എന്താ? കള്ളസാക്ഷി പറയാന്നുള്ളത്, ഉറപ്പില്ലാത്ത കാര്യത്തിൽ സാക്ഷി പറയാൻ പോകുക എന്നുള്ളത് തെറ്റാണ്, വലിയ തെറ്റാണ്. ആ തെറ്റുപടം ചെയ്തില്ലേ? ഓൻ സംഗതി പറഞ്ഞത് നേരായിരുന്നുവെങ്കിലും ഓന് പാടില്ലാത്ത കാര്യമല്ല ചെയ്തത്. ഓൻ പോകാൻ പാടില്ല, ഓൻ ഉറപ്പില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ കള്ളസാക്ഷി പറഞ്ഞത് കാരണത്താൽ, സത്യമാണെന്ന് ഉറപ്പില്ലാത്ത കാര്യത്തിൽ സാക്ഷി പറഞ്ഞ കാരണത്താൽ, പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ അവനക്ക് കുറ്റം കിട്ടും. അപ്പോൾ ഇങ്ങനെ കള്ളസാക്ഷി പറയുക എന്നുള്ള ആ മഹാപാതകത്തിന് ഇസ്ലാമിൽ വലിയ ഗൗരവമുണ്ട്, വലിയ ശിക്ഷയുമുണ്ട്. അത് മനസ്സിലാക്കി തരുന്നൊരു സംഭവം പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കൾ പറഞ്ഞു, അതേ നബിയെ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഒരിക്കലും പൊറുക്കാത്ത വലിയ തെറ്റാണ്. മറ്റൊന്ന് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ, ഉമ്മാനി ഉപ്പാനി ബുദ്ധിമുട്ടിക്കൽ. 3ാമത്തെ കാര്യമായിട്ട് നബി തങ്ങൾ പറഞ്ഞത് കള്ളസാക്ഷി പറയൽ. ഈ കള്ളസാക്ഷി പറയൽ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അത് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. നബി തങ്ങൾ ഇങ്ങനെ ചാരി കുത്തിരിക്കുകയാണ്, സദസ്സിലിങ്ങനെ ചാരിയിട്ടിരിക്കുകയാണ്. ആ ചാരി ഇരിക്കുന്ന ഇരിപ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത്. ഒന്ന് ഷിർക്ക്, അള്ളാഹുവിന് പുറമെ മറ്റൊരു ദൈവമുണ്ടെന്നോ അള്ളാഹുവിനെ പോലെ മറ്റൊരു തുല്യശക്തിയുണ്ടെന്നോ വിശ്വസിക്കുക, ഇതാണല്ലോ ഷിർക്ക്. മറ്റൊന്ന് മാതാപിതാക്കളെ, ഉമ്മയെയും ഉപ്പയെയും ബുദ്ധിമുട്ടിക്കുക. ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ ദേഷ്യമോ അത് മാതാപിതാക്കളുടെ ദേഷ്യത്തിലുമാണ്. ഉമ്മാക്കും ഉപ്പാക്കും മക്കളുടെ ദേഷ്യമാണെങ്കിൽ ഓൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമല്ല, ഓൻ എത്ര നല്ല കാര്യം ചെയ്തിട്ടും കാര്യമല്ല. ഓൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും തൃപ്തി വാങ്ങുകയാണ്. അപ്പോൾ ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ്. നമ്മൾ വേറെ മനസ്സിലാക്കി വെക്കണം. നമ്മൾ അതിൻ്റെ പാഠമല്ലാത്തത് കൊണ്ട് വിശദീകരിക്കണില്ല. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അതേക്കുറിച്ച് പറയാനുണ്ടാവും, കഥകളൊക്കെ ഒരുപാടുണ്ടാവും. മാതാപിതാക്കളോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ഒരുപാട് വിജയങ്ങൾ 2 ലോകത്തും കിട്ടിയതും, അതേപോലെ തന്നെ മാതാപിതാക്കളെ വെറുപ്പിച്ചതിൻ്റെ പേരിൽ ദുനിയാവും പരലോകമൊക്കെ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാക്ക് തന്നെ ധാരാളം മതി. അള്ളാഹ്ക്ക് ഇഷ്ടമാണോ? ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഇഷ്ടമാണോ? മാതാപിതാക്കൾക്ക് ദേഷ്യമാണോ? അള്ളാഹുവിനും അവരുടെ ദേഷ്യമായിരിക്കും. 3ാമതായിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷിർക്കും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലും എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യമാണ് കള്ളസാക്ഷി പറയൽ എന്ന് പറഞ്ഞത്. അങ്ങനെ 3 പ്രാവശ്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളസാക്ഷി പറയലെന്ന് ആവർത്തിച്ച ശേഷം ചാരി ഇരിക്കുകയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഇരുന്നിട്ട് പിന്നെ പറഞ്ഞു, അറിയുക, കള്ളസാക്ഷി പറയൽ. അപ്പോൾ എത്ര വട്ടായി പറഞ്ഞത്? അപ്പോൾ കള്ളസാക്ഷി പറയണതിൻ്റെ ഗൗരവത്തിരിയ അത്രയും വലിയ മഹാപാതകമാണ്, വലിയ കുറ്റമാണ് കള്ളസാക്ഷി പറയുക എന്നുള്ളത്.
അപ്പോൾ ഏറ്റവും വലിയ പാപങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഷിർക്ക്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് കള്ളസാക്ഷി പറയൽ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരിയിരിക്കുന്നിടത്ത് നിന്ന് നേരെ ഇരുന്നു കൊണ്ട് വീണ്ടും ആവർത്തിക്കുക എന്ന് അറിഞ്ഞുകൊള്ളുക, കള്ളസാക്ഷി പറയൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, കള്ളസാക്ഷി പറയുക എന്നുള്ളത് വലിയ തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കിയതിലും അപ്പുറം, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം എത്രയോ വലിയ കുറ്റകരമായ കാര്യമാണ് കള്ളസാക്ഷി പറയുക എന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ട് കള്ളസാക്ഷി പറയുക എന്നുള്ളത് വലിയ തെറ്റാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. എന്നാൽ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ സത്യം ചെയ്യൽ കള്ളമായിട്ടും വേണ്ട സത്യമായിട്ടും വേണ്ട എന്നല്ല, രണ്ടിനും വേണ്ട, കള്ളസത്യവും വേണ്ട, സത്യമായ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സത്യം ചെയ്യലും വേണ്ട, രണ്ടും ഒഴിവാക്കല നല്ലതെന്നല്ല പഠിച്ചത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കള്ളസാക്ഷി പറയുക നാം ഇത്രയും സമയം പറഞ്ഞിട്ടുള്ള വലിയ ശിക്ഷകളൊക്കെയുള്ള വലിയ തെറ്റാണ്. അതേസമയം സാക്ഷി പറയേണ്ട ആളാണോ, ശരിയായ സാക്ഷിയാണ് ഇതിലുള്ളത്. അപ്പോൾ അയാൾ സാക്ഷി പറഞ്ഞെങ്കിലേ ഇവിടെ ഇയാൾക്ക് നീതി കിട്ടുള്ളൂ കോടതിയിൽ നിന്ന്. ഇയാളല്ലാതെ വേറെ ഒരാളും ആ സംഭവത്തിൽ സാക്ഷിയില്ല. ഇയാൾ സാക്ഷി പറഞ്ഞാൽ മാത്രമേ ഈ പാവപ്പെട്ട നിരപരാധിയായ മനുഷ്യൻ ഇവിടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഇയാൾക്ക് നീതി കിട്ടുകയുള്ളൂ. അങ്ങനത്തെ ഒരു ഘട്ടം വന്നിട്ട് സാക്ഷി പറയേണ്ട ആളെന്ത് ചെയ്തു? സാക്ഷി പറയാതിരുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്തു? സാക്ഷി പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇത് രണ്ടും തെറ്റാണ്. കാരണം ഇവിടെ പോയിട്ട് സാക്ഷി പറയാണ് വേണ്ടത്. അത് കള്ളസാക്ഷിയല്ല, സത്യസാക്ഷ്യമല്ലേ. അപ്പോൾ സത്യസാക്ഷ്യം പറയേണ്ട സ്ഥലത്ത്, സത്യമായിട്ടും ചെന്ന് സാക്ഷി പറഞ്ഞു കൊടുക്കേണ്ട സ്ഥലത്ത് സാക്ഷി പറയാതെ ഒഴിഞ്ഞു മാറിയാൽ, പറയാതിരുന്നാൽ അതും തെറ്റാണ്, കുറ്റമാണ്. കള്ളസാക്ഷി പറയൽ വലിയ തെറ്റാണ്. അതോടൊപ്പം തന്നെ സാക്ഷി പറയാൻ തരപ്പെട്ട ആൾ, ഉത്തരവാദപ്പെട്ട ആൾ സാക്ഷി പറയാതിരിക്കലും തെറ്റാകുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നിങ്ങൾ കിതാബ് നോക്കി. പാഠം 7 ഷഹാദത്തു സൂർ, കള്ളസാക്ഷി പറയൽ. നാവുകൊണ്ടുണ്ടാകുന്ന വിപത്തുകളിൽപ്പെട്ട മറ്റൊരു വിപത്താണ് കള്ളസാക്ഷി പറയൽ. അന്യായക്കാരന് വേണ്ടിയോ പ്രതിക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടിയായാലും താൻ പറയുന്നത് സത്യമാണെന്ന് ഉറപ്പില്ലാതെ സാക്ഷി നിൽക്കലാണ് കള്ളസാക്ഷി പറയൽ. സത്യമാണെന്ന് ഉറപ്പില്ലാതെ സാക്ഷ്യം വഹിച്ച ആൾ പറഞ്ഞത് യാഥാർത്ഥ്യത്തിന് യോജിച്ചതല്ലെങ്കിൽ 3 കുറ്റമാണ് അയാൾക്കുള്ളത്. സത്യമാണെന്ന് ഉറപ്പില്ലാതെ സാക്ഷി പറഞ്ഞ പാപത്തിൻ്റെ കുറ്റം, അക്രമിയെ സഹായിച്ച കുറ്റം, ആക്രമിക്കപ്പെട്ടവനെ കൈവെടിഞ്ഞ കുറ്റം. ഇതാണ് 3 കുറ്റം. ഏതൊക്കെയാണ് 3 കുറ്റങ്ങൾ? പിന്നെ അവൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ സത്യമായിരുന്നുവെങ്കിലും ഒരു കുറ്റം അയാൾക്കുണ്ടാവുന്നതാണ്. ദോഷം ചെയ്ത കുറ്റമാണത്. അതായത് സത്യമാണെന്ന് ഉറപ്പില്ലാതെ സാക്ഷി പറഞ്ഞ കുറ്റമാണത്. കള്ളസാക്ഷി പറയൽ ഗൗരവമേറിയ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു ഹദീസ് കാണുക. സ്വഹാബാക്കൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതെ, പറഞ്ഞു തന്നാലും എന്ന് സ്വഹാബാക്കൾ പ്രതിവചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷിർക്ക്, മാതാപിതാക്കളെ വെറുപ്പിക്കൽ, കള്ളസാക്ഷി പറയൽ. ഇത് ആവർത്തിച്ചു പറഞ്ഞ ശേഷം ചാരിയിരിക്കുകയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്ന് ഗൗരവത്തോടെ ആവർത്തിച്ചു പറയാൻ തുടങ്ങി, അറിയുക, കള്ളസാക്ഷി പറയൽ. ഷെയ്ഖാനി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമ, അവരാണ് ഹദീസിലുള്ള ഷെയ്ഖാനികൾ, 2 ഷെയ്ഖുമാർ. പിന്നെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത വിധം മൊഴി കൊടുക്കലും കള്ളസാക്ഷി പറയലും കടുത്ത തെറ്റാണെന്ന് ഇപ്പോൾ ഗ്രഹിച്ചുവല്ലോ. എന്നാൽ അതേപോലെ തന്നെ മൊഴി കൊടുക്കാൻ ബന്ധപ്പെട്ട സാക്ഷികൾ സന്ദർഭം വരുമ്പോൾ സാക്ഷി പറയാതിരിക്കലും പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറലും തെറ്റും കുറ്റവുമാണ്. വ്യക്തമാണല്ലോ സംഗതി, അല്ലേ? ഇനി കള്ളസാക്ഷി പറയൽ എന്താണ് കള്ളസാക്ഷി പറയാന്ന് പറഞ്ഞാൽ ഈസിയല്ല, ഉത്തരം പെട്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം. സത്യമാണെന്ന് ഉറപ്പില്ലാതെ സാക്ഷി നിൽക്കലാണ് കള്ളസാക്ഷി പറയൽ. സത്യമാണെന്ന് ഉറപ്പില്ലാതെ സാക്ഷി നിൽക്കലാണ് കള്ളസാക്ഷി പറയൽ. 2ാം ചോദ്യം, സത്യമാണെന്നുറപ്പില്ലാതെ സാക്ഷ്യം വഹിച്ചയാൾ പറഞ്ഞത് യാഥാർത്ഥ്യത്തിന് യോജിച്ചതല്ലെങ്കിൽ അയാൾക്കുള്ള 3 കുറ്റമേത്? ഏതൊക്കെയാ 3 കുറ്റങ്ങൾ? സത്യമാണെന്നുറപ്പില്ലാതെ സാക്ഷി പറഞ്ഞ പാപത്തിൻ്റെ കുറ്റം 1, അക്രമിയെ സഹായിച്ച കുറ്റം 2, ആക്രമിക്കപ്പെട്ടവനെ കൈവെടിഞ്ഞ കുറ്റം. ഇതാണ് 3 കുറ്റം. സാക്ഷി പറഞ്ഞത് സത്യമായിരുന്നാലും അയാൾക്കുള്ള 1 കുറ്റം ഏതാണ്?
പാപം ചെയ്ത കുറ്റം എന്ന് വെച്ചാൽ സത്യമാണെന്ന് ഉറപ്പില്ലാതെ സാക്ഷി പറഞ്ഞ കുറ്റം. 4 കള്ളസാക്ഷി പറയൽ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഹദീസ് ഏതാണ്? സ്വഹാബാക്കളും നബിയും ഇരിക്കുമ്പോൾ ഉള്ള ആ സംഭവം പറയാം. 5 കള്ളസാക്ഷി പറയും പോലെ തെറ്റും കുറ്റകരവുമായ കാര്യം ഏതാണ്? ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? മൊഴി കൊടുക്കാൻ ബന്ധപ്പെട്ട സാക്ഷികൾ സന്ദർഭം വരുമ്പോൾ സാക്ഷി പറയാതിരിക്കലും പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറലും തെറ്റും കുറ്റവുമാണ്. സാക്ഷികൾ കൂറുമാറുക, പേപ്പറിലൊക്കെ കാണാൻ പല സംഗതിയിലും സാക്ഷികൾ കൂറുമാറി എന്നൊക്കെ പറയണേക്കാം. ആ കൂറുമാറ്റം അവർ ശരിയായ സാക്ഷികളാണെങ്കിൽ ആ കൂറുമാറ്റം ഉണ്ടല്ലോ അത് തെറ്റാണെന്നാണ് പറയണത്. മനസ്സിലായല്ലോ? പാഠം ഏകദേശം ക്ലിയർ ആയില്ലേ? ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് നോട്ടൊക്കെ എഴുതുക, പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.